ഹായ് മക്കളെ, മിസ് എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെ? നമ്മുടെ 5ാം ക്ലാസ്സുകാർക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് മിസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു മക്കളെ 5ാം ക്ലാസ് നമ്മൾ നന്നായി പഠിക്കണം എന്ന് പറയാൻ കാരണം എന്താ? എല്ലാ ക്ലാസ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എൻ്റെ മക്കൾ ചിന്തിക്കുന്നുണ്ടാവും, 4ാം ക്ലാസ് മിസ് എങ്ങനെ തന്നെയല്ലോ പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങൾ 6-ലെത്തുമ്പോഴും ഇങ്ങനെയല്ലേ പറയാന്നൊക്കെ അല്ലേ? എല്ലാ ക്ലാസ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് 5ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 5ാം ക്ലാസ് എന്താ സംതിങ് സ്പെഷ്യൽ തന്നെയല്ലേ? എന്തുകൊണ്ടാണ് മക്കളെ 5ാം ക്ലാസ് നന്നായി പഠിക്കണം എന്ന് പറയുന്നത്? ഒരുപാട് സബ്ജക്റ്റിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 5ാം ക്ലാസ് ആണ്. നമ്മൾ 4 വരെ ബേസിക് സയൻസ് ഒക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചല്ലേ? ബേസിക് സയൻസ്, എന്ത് സയൻസ്, നമ്മൾ EVS ഒക്കെ ആയിരുന്നു പഠിച്ചത്. പക്ഷേ 5ലേക്ക് വരുന്ന സമയത്ത് എന്താ, അവിടെ ബേസിക് സയൻസ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, ഹിന്ദി പുതിയതായിട്ട് തന്നെ മക്കൾ പഠിക്കാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കുന്നത് എവിടെയാണ്? 5ാം ക്ലാസ്സിലാണ്. അപ്പൊ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ എന്താ 6, 7, 8 നമ്മൾ പോകുന്നത് അല്ലേ? അപ്പൊ കൃത്യമായിട്ട് 5ാം ക്ലാസ് നല്ല അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ സബ്ജക്റ്റ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാത്തിന്റെയും സ്റ്റാർട്ടിങ് അടിപൊളിയാക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? നമ്മൾ പറയല്ലേ, തുടക്കത്തിൽ നമ്മൾ എന്തെങ്കിലും പാളിച്ച് സംഭവിച്ചാൽ അത് തന്നെയാണ് നമ്മൾ അവസാനം വരെ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ എൻ്റെ മക്കൾ നല്ല രീതിയിൽ 5ാം ക്ലാസ് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ 10th എത്തുന്ന സമയത്ത് നല്ല മാർക്കും കാര്യങ്ങളും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള മറ്റൊരു ഡൗട്ട് എന്തായിരിക്കും? ഇതിപ്പോൾ പാരൻ്റ് ആണ് കാണുന്നെങ്കിൽ പാരൻസിന് എപ്പോഴും അവരെ മക്കളെ കുറിച്ച് കൺസേൺ അല്ലേ? മാത്സ് പഠിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഈ എക്സാം, ഓണത്തിൻ്റെ എക്സാം കഴിഞ്ഞ സമയത്ത് ഒരുപാട് കുട്ടികൾ നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ് മാത്സിന് ഞങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ എന്നാ ഗ്രേഡ് ആയി പോയി എന്നൊക്കെ ഉള്ളത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ കുറച്ചുകൂടെ വൈഡായിട്ട് ഇതുവരെ നമ്മൾ പഠിച്ച രീതിയിലല്ല 5ലേക്ക് വരുമ്പോൾ നമ്മൾ വരുന്നത് അല്ലേ? അവിടെ മാത്സ് വരുന്നുണ്ട്, എല്ലാ സബ്ജക്റ്റും കുറച്ച് അധികമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടിനാലാണ് നമുക്ക് ഇത്തരത്തിൽ മാർക്ക് കുറഞ്ഞു പോകുന്നത്. പക്ഷെ ഇതുവരെ നമ്മൾ പഠിച്ച രീതിയാണ് ഇനി ക്രിസ്മസ് എക്സാമിന് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫൈനൽ എക്സാമിന് എന്താ ഒബ്വിയസ്ലി നമുക്ക് മാർക്ക് കുറയൂലേ? അപ്പൊ ഇനി മക്കൾ ചിന്തിക്കേണ്ടേ ഇന്ന സബ്ജക്റ്റിന് എനിക്ക് മാർക്ക് കൂടുതൽ വാങ്ങണം, അല്ലെങ്കിൽ മാത്സിന് വാങ്ങണം, സോഷ്യലിന് വാങ്ങണം, അതല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ ക്ലാസ്സിലെ ടോപ്പർ ഞാനാവണം, എല്ലാ സബ്ജക്റ്റിലും ഫസ്റ്റ് എനിക്കുണ്ടായിരിക്കണം എന്നൊരു കാര്യമാവണം എൻ്റെ മക്കളെ മനസ്സിലേക്ക് ഓടി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനായിട്ട് മക്കൾക്ക് ഒരു സൈലം ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കിയിട്ടുണ്ട്, നമ്മുടെ പൃഥ്വി ബാച്ച്. ഈ ഒരു ബാച്ചിലൂടെ ഒരുപാട് സർവീസുകൾ മക്കൾക്ക് ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയാം? ആദ്യമായിട്ട് എൻ്റെ മക്കൾക്ക് എപ്പോഴുള്ള കൺസേൺ, മിസ്സേ ഹോംവർക്ക് സ്കൂളിൽ തന്ന് അത് എത്ര ആയിട്ട് ഞങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല, പറഞ്ഞത് മനസ്സിലാവുന്നില്ല, ചില സമയത്ത് ഹോംവർക്ക് ഒന്നും എഴുതി കൊടുത്തിട്ടില്ലെങ്കിൽ മിസ് ചീത്ത പറയുന്നൊക്കെ അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ മിസ് എനിക്കറിയാന്ന് നമുക്ക് നീച്ച് എന്ന് പറയുന്നതൊക്കെ ഓർമ്മ ഉണ്ടോ? അങ്ങനെ ഒരു പറയാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന അടിപൊളിയായിരിക്കില്ലേ? ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ സൈലത്തിലൂടെ എൻ്റെ മക്കൾക്ക് ലഭിക്കുകയാണ്. അതായത് സൈലത്തിലെ പൃഥ്വി ബാച്ചിലൂടെ എല്ലാ ചാപ്റ്റേഴ്സിനും ലൈവ് ക്ലാസ്സസ് മക്കൾക്ക് ഉണ്ടായിരിക്കും. അതായത് മക്കൾക്ക് സ്കൂളിൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ, സ്കൂളിൽ ക്ലാസ് എടുക്കുന്നതിൻ്റെ മുന്നേ ഓരോ പാഠവും നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചു കഴിയൂലേ? അതേപോലെ തന്നെ ആ പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ടെസ്റ്റിലെ ആക്ടിവിറ്റീസ് ഒക്കെ ടീച്ചേഴ്സ് മക്കൾക്ക് പറഞ്ഞു തരും കേട്ടോ. സ്കൂള് കഴിഞ്ഞ് വന്നാൽ വീട്ടിൽ വന്നാൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവില്ലേ? മാത്സ് റിലേറ്റ് ചെയ്ത്, സോഷ്യൽ റിലേറ്റ് ചെയ്ത് ഒക്കെ നമുക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. അപ്പം ടീച്ചറെ കോൾ ചെയ്തിട്ട് മിസ് ഇതൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാ ടീച്ചേഴ്സും ഇപ്പോൾ അതിന് നിൽക്കുമോ? ഇല്ലല്ലേ? പക്ഷേ നമ്മുടെ സൈലത്തിലെ മെൻറ്റേഴ്സ് ഉണ്ടാവും കേട്ടോ നിങ്ങളെ കൂടെ. അതായത് ഏതൊരു ഭാഗത്ത് മക്കൾ ഡൗട്ട് ഉണ്ടായാലും അത് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം സൈലത്തിലെ മെൻറ്റേഴ്സിനോട് ചോദിക്കാം. 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെൻറ്റേഴ്സിൻ്റെ സർവീസ് കിട്ടും. അവരത് ഡൗട്ട് ചോദിച്ചാൽ അതൊക്കെ അവർ ക്ലാരിഫൈ ചെയ്തു തരും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ലൈവിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, മിസ്സേ എൻ്റെ പേര് വിളിക്കൂ, എൻ്റെ പേര് വിളിക്കൂ എന്നൊക്കെ. നമ്മൾ കുഞ്ഞു കുട്ടികളാവുന്ന സമയത്ത് ടീച്ചേഴ്സ് പേരൊക്കെ വിളിക്കുന്നു, നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നൊക്കെ എന്താ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളത് അല്ലേ? കുട്ടി കുട്ടി ഗിഫ്റ്റുകളൊക്കെ തരുന്ന സമയത്ത് ഭയങ്കര സന്തോഷമല്ലേ? അപ്പം നമുക്ക് സൈലത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും എന്ത് ചെയ്യും? ടീച്ചേഴ്സ് കൺസേൺ ചെയ്യും. ഓരോ കുട്ടികളോട് വിശേഷങ്ങൾ ചോദിക്കുകയും കുട്ടി കുട്ടി ഗിഫ്റ്റുകളും ആരും ഓരോ കോമ്പറ്റീഷൻ നടത്തും കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണ് കിട്ടുന്നത് അതൊക്കെ നോക്കിയിട്ട് കുട്ടി ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പൃഥ്വി ബാച്ചിലൂടെ മക്കൾക്കുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ മാരത്തോൺ അനുബന്ധിച്ചിട്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യല്ലേ? അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ്, മിസ്സേ പരീക്ഷയുടെ തലേന്നും രാവിലെ മാത്രമേ ഇത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം കുറച്ചുകൂടി കൂടുതൽ കുറച്ച് ദിവസം മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യായിരുന്നു എന്ന ചിന്ത എൻ്റെ പിള്ളേരെ മനസ്സിലുണ്ടായിട്ടുണ്ടല്ലേ? ആ ഒരു പരാതി എന്താ ഈ ഒരു പൃഥ്വി ബാച്ചിലൂടെ തീർന്നു കിട്ടുക കേട്ടോ. നമ്മളെപ്പോഴും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും. ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത്
കുറേ ഒരു ഗ്യാപ്പ് വന്നിട്ട് നമ്മളിപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടല്ലേ ക്രിസ്മസ് പരീക്ഷ വരിക. ആ ഒരു ഗ്യാപ്പ് വന്ന് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടിയാലേ. പേപ്പർ കിട്ടുന്ന സമയത്ത് അയ്യോ എങ്ങനെ എഴുതണം, ഇത് കറക്റ്റ് ആണോ, അങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ടാവില്ലേ. പക്ഷെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്താൽ എന്നും പരീക്ഷ. അപ്പോൾ പരീക്ഷകൾ എപ്പോഴും മക്കൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ പരീക്ഷകൾ എഴുതി എല്ലാ പരീക്ഷണങ്ങളും മറികടന്നിട്ടായിരിക്കും ക്രിസ്മസ് എക്സാമിന് പോകുന്നതല്ലേ. അപ്പോൾ അവിടെ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ മിസ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്നും സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും സെറ്റാക്കാനും പവറാക്കാനും നിങ്ങളെ മെന്റേഴ്സ് കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതൊക്കെ നമുക്ക് തരുന്ന സമയത്ത് വെറുതെ സൈലം അങ്ങനെ നടത്തുമോ, അല്ലെങ്കിൽ ഒരുപാട് പൈസയല്ലേ സൈലം പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുക എന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മക്കളെ മനസ്സിലുണ്ടാവില്ലേ. ഒരുപാട് പൈസ ഒന്നുമല്ല, എന്നാലോട്ട് ഉണ്ട് താനും. എത്ര രൂപയാണെന്നറിയോ? ഒരു ദിവസം 3 രൂപ പോലും മക്കൾ സ്പെൻഡ് ചെയ്യേണ്ട കേട്ടോ. നമ്മൾ എന്തൊക്കെ വാങ്ങി ക്യാഷ് കളയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചിന്തിച്ചേ, ഒരു 3 രൂപ പോലും ഒരു ദിവസം എൻ്റെ മക്കൾ സ്പെൻഡ് ചെയ്യണ്ട. ഒരു വർഷത്തേക്ക് 999 രൂപ കൊടുത്താൽ മക്കൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബാച്ചിൽ മക്കൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ 2 ദിവസം നമുക്ക് ബാച്ചിൽ ഫ്രീ ആണ് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ഈ ഒരു പൃഥ്വി ബാച്ചിലുണ്ട് കേട്ടോ. അതേപോലെ മക്കളെ, നമ്മളെ സൈലം പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് നമ്മളെ ഈ ഒരു ഷോർട്സും വീഡിയോസും ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും ചിലപ്പോൾ ഒന്നും കിട്ടാത്തതിൽ സങ്കടം ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ സങ്കടമുള്ള പിള്ളേരൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നമ്മളെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാനൊക്കെ നിങ്ങൾക്ക് തിരിച്ച് കോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ പൃഥ്വി ബാച്ചിലൂടെ മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇനിയും അഡ്മിഷൻ എടുക്കാൻ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷനും കാര്യങ്ങൾ എടുക്കാം. അപ്പോൾ ഈ ഒരു അഡ്മിഷനെ കുറിച്ചിട്ടും നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.